ഗേസ് എന്തൊക്കെയുണ്ട് സുഖമാണല്ലോ അല്ലേ. ഞാൻ കമറുദ്ദീൻ BA ഗ്രൂപ്പ് ബൺപത്രിക കാസർഗോഡ്. ഇന്ന് നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മധൂർ അമ്പലത്തിലേക്കാണ്. അവിടുത്തെ ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഹോൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ പരമാവധി ഷെയറും ലൈക്കും കമൻറ്റും ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് നൽകണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈയൊരു മനോഹരമായ റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ കാണുന്നത് ഒളയത്തെടുക്ക ജംഗ്ഷനാണ്. അതായത് ഞാൻ വന്നത് കറന്തക്കാടിൽ നിന്നും ഒളയത്തെടുക്ക മധൂർ വഴി നീർച്ചാലാണ്. അപ്പോൾ ആ ഒരു മധൂറിൻ്റെ കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനി മുതൽ ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിരുന്നു, എല്ലാ മതസ്ഥർതും മിക്സായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ പ്രോപ്പർട്ടിയുടെ വീഡിയോസും അതിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനലാണ്, ഒന്ന് BA ഗ്രൂപ്പ് 1, 2, 3യും അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ BA ഗ്രൂപ്പ് 111മാണ്. ആ 2 ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് അവിടുത്തെ കാഴ്ച. ഒരുപാട് ഭക്തജനങ്ങളും അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുവിധം എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല, എങ്കിലും കഴിവിൻ്റെ പരമാവധി ഒന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താ കണ്ടല്ലോ, ചുറ്റുപാടും ഇങ്ങനെയാണ്. ഇതാണ് കാസർഗോഡ് ജില്ലയിലെ മധൂർ അമ്പലം. അപ്പോൾ ഒരുവിധം അകത്തെ കാഴ്ചകളും പറ്റാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഫുള്ളായിട്ട് കാണിക്കാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്യാനാണെങ്കിൽ ഒരിക്കൽ ഇതുപോലെ തിരക്കല്ലാത്ത സമയം വന്നാൽ ഇതിൻ്റെ എല്ലാ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണത്തിനും അവർ തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിവിൻ്റെ പരമാവധി ഇത് ചുരുക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടുത്തെ തിരക്ക് കാരണം അത്രക്കും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ. ഇതെല്ലാം ഇവിടുത്തെ അകത്തെ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷം ചോദിക്കാനായിട്ട് ഇപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല. അത്രക്കും ഇതിൻ്റെ വോളണ്ടിയർമാർ തിരക്കിലാണ്. അവർ കഴിവിൻ്റെ പരമാവധി നല്ലൊരു അധ്വാനിക്കുകയാണിപ്പോൾ. കാരണം വണ്ടിയുടെ പാർക്കിംഗ് കാര്യത്തിലാണെങ്കിലും ആളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അവരോട് നമുക്ക് ഇപ്പോൾ സംസാരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആരോടും ഒന്നും സംസാരിക്കാതെ ഇതേപോലെ വീഡിയോസിൽ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്, അല്ലെങ്കിൽ അവരുടെ സംസാരം ഞാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾക്കിതിൽ ഉൾപ്പെടുത്തുമായിരുന്നു. അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് പറഞ്ഞ 2-3 വാക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെയാണ് അകത്തെ കാഴ്ച വരുന്നത്. കണ്ടല്ലോ, ഇത് വീണ്ടും പുറത്തെ കാഴ്ചയാണ്. അതായത് അകത്തെ കാഴ്ച കഴിഞ്ഞതിന് ശേഷം
ഇതാ പുറത്ത് ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇതാ ഇവരൊക്കെ നല്ല തരത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്. വോളണ്ടിയർമാർ ഓരോ കാര്യവും നിയന്ത്രിക്കാനായിട്ട്. അതിലും കൂടുതൽ പോലീസിൻ്റെയും നല്ല സഹകരണമാണ് ഇവിടെ. ഒരുപാട് പോലീസും ആൾക്കാരുണ്ട്. പോലീസും അതുപോലെ തന്നെ വോളണ്ടിയർമാരും ഒരേപോലെ പ്രവർത്തിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ്. പാർക്കിങ്ങിൻ്റെ കാര്യവും അതുപോലെ തന്നെ വിശാലമായ പാർക്കിംഗാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം കണ്ടു കാണും ഇതിൻ്റെ പാർക്കിംഗ് കാര്യങ്ങൾ. ഇതാണ് തെരുവിലത്തെ കാഴ്ച. എന്താ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് കൂടാതെ മറ്റൊരു വശത്തും കൂടി ഒരുപാട് ഇതുപോലെയുള്ള ഷോപ്പും അങ്ങനെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം അത്രക്കും തിരക്കാണ്, അത്രക്കും ആൾക്കാർ ഉള്ള തിരക്കാണ്. ഇപ്പോൾ ഈ വീഡിയോസിൽ തന്നെ നിങ്ങൾ കാണുന്നല്ലോ, ഇതൊരുപാട് സ്പീഡാക്കി കൊടുത്തിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഇതാ ചെരുപ്പൊക്കെ ഇവിടെ അയച്ച് വെച്ചിട്ടാണ് പോകേണ്ടത്. ഓക്കെ, ഇതുപോലെ 2-3 വശത്താണ് ഈ ഒരു ചെരുപ്പ് വെക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നത്.